B3 മിസ്സസ് വർമ്മയ്ക്ക് നല്ല ആശ്വാസമുണ്ട്. ഗുഡ് മോർണിംഗ് ഡോക്ടർ. കണ്ടാലും വളരെ ബെറ്റർ ആണ്. ഡോക്ടർ കൊടുത്ത മരുന്ന് കാരണം രാത്രി സുഖമായി ഉറങ്ങിയത്രേ. കോംപ്ലിമെന്റ്സ് മരുന്നിനാ, ഡോക്ടർക്കല്ലേ. ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ്. വരുന്നോ? വാർഡിലോ തിയേറ്ററിലോ അർജന്റായിട്ട് ഉടനെ ഡ്യൂട്ടി ഒന്നും ഇല്ലെങ്കിൽ കാപ്പി ഇരിപ്പുണ്ട്, ഒരു കപ്പ് കുടിക്കാം. ക്ഷണിച്ചാൽ ഞാൻ വരും. അത്തരം ഫോർമാലിറ്റീസ് ഒന്നും ഈ ബാലുവിന് അറിയില്ല ശ്രീ. സന്മനസ്സുള്ളവർക്ക് സ്വാഗതം. ദാറ്റ്സ് ഓൾ. ദാ ഫ്ലാസ്ക് കാപ്പി ഇരിപ്പുണ്ട്, ദേ കപ്പ് ഇരിപ്പുണ്ട്. ഹെൽപ്പ് യുവർ സെൽഫ്. ഡോക്ടർക്കോ? ആ, ഡോക്ടർക്കോ ആവാം. കുറച്ച് മതി. എ സിപ്പ് ലെസ് ദാൻ ഹാഫ് എ കപ്പ്. ആഹാ, രാജുമോൻ അപ്പാപ്പനെ ഉരുട്ടി കളിക്ക. സിസ്റ്ററെ, ഇയാൾക്ക് ആരെ വീൽ ചെയർ ഉരുട്ടി കളിക്കാൻ കൊടുത്തേ? വീൽ ചെയർ വെറുതെ ഇരിക്കുകയാണല്ലോ, പാവത്തിനാണെങ്കിൽ നടക്കാനും വയ്യ. ആഹാ, എന്നാ ഞങ്ങളൊരു കാര്യം ചെയ്യ്, ആ സ്കാനിങ് മെഷീനും ECG യൂണിറ്റ് ഒക്കെ അവിടെ വെറുതെ ഇരിക്കുക, കൊടുക്ക് ഉരുട്ടി കളിക്കട്ടെ. അത് സാർ, പകല് ചങ്കിലെ ചോര വെള്ളാക്കി ഉണ്ടാക്കിയ കാശുകൊണ്ട് ഞാൻ ഈ ആശുപത്രി പണത് പുണ്യം കിട്ടാനല്ല. ചികിത്സിച്ചാ ഭേദാവില്ല എന്ന് ആശുപത്രിയൊക്കെ എഴുതി തള്ളിയ കേസാ ഈ കുഞ്ഞാലിയുടേത്. ബാലു ഡോക്ടർക്കാണെങ്കിൽ വാശി രക്ഷപ്പെടുത്തുന്നു. ആഴ്ച എത്രയായി? അങ്ങേർക്കെന്താ വാശി പിടിച്ചാ പോരെ? കാശ് പോണത് എന്റെ അല്ലേ? റൂം റെന്റോ നഴ്സിംഗ് ഫീസോ സ്കാനിങ് ടെസ്റ്റോ കാശിന് വഴിയുണ്ടോ വല്ലത് എഴുതിയെടുക്കാൻ? ഡോക്ടറുടെ സ്വന്തം പേഷ്യന്റ്, അങ്ങേരെ പിണക്കാൻ പറ്റില്ല എന്ന് കരുതിയാ ഞാൻ എല്ലാം അങ്ങോട്ട് സഹിക്കണത്. അതിന്റെ ഇടയിലാണ് ഉരുട്ടി കളിക്കാൻ വീൽ ചെയർ. വേണ്ട, അത്ര വലിയ സിമ്പതി ഒന്നും വേണ്ട. ആ, റൂമിൽ നിന്റെ ലൈബ്രറി ബുക്സ് ഇരിക്കുന്ന കണ്ടപ്പോഴേ ഞാൻ വിചാരിച്ചു നീ ഇവിടെ കാണുമെന്ന്. പാലും മുട്ടയും കഴിക്കാൻ കുഞ്ഞാലിക്ക് മടിയാണെന്ന് സിസ്റ്റർ പറഞ്ഞല്ലോ. കഴിച്ച് ശീലമില്ലാത്തതുകൊണ്ടാണ്. ശീലം നോക്കിയിട്ടല്ല, ആവശ്യം നോക്കിയിട്ടാണ് മരുന്നും ഭക്ഷണവും തരുന്നത്. അത് മുടങ്ങാതെ കഴിക്കണം. ഓ, എന്താ രക്ഷപ്പെടും എന്ന കാര്യത്തിൽ സംശയമുണ്ടോ? നിങ്ങളുടെ വിശ്വാസമല്ലേ പ്രധാനം? അല്ല, രോഗിക്ക് സ്വയം തോന്നണം രക്ഷപ്പെടണം എന്നൊരാശ, രക്ഷപ്പെടും എന്നൊരു വാശി, വിശ്വാസം. ഞങ്ങളുടെ ജോലി പാതി എളുപ്പമാവും. പിന്നെ കൊഞ്ചം നേരെ ആച്ചില്ല അവരെ തൊന്തര പണ ആരംഭിച്ച്. വാ. കാറ് വന്നില്ലേ? എന്താണെന്ന് അറിയില്ല. വരും, ഞാൻ ഡ്രോപ്പ് ചെയ്യാം. അപ്പാരം ബാക്കിൽ ഇറക്കുമോ? ബാക്കിൽ ഏതൊക്കെ? ഇല്ലേ, ശ്രീയാണ്ടി കാറിൽ കയറുമ്പോ അല്ല, അതല്ലേ ഒരു മര്യാദ. ചുമ്മാ ചേട്ടാ. கல்யாணி, போன் பண்ணி சொல்ல வேண்டாம். ஸ்ரீ பாலு கார்ல ஏறி வந்துடுவாள். அப்பழே சொல்லலையா? இப்ப என்னாச்சு? என்ன மணி என்ன இது? കോർട്ടിൽ നിന്ന് വരുന്ന വഴി കാർ റിപ്പയർ ആச்சு. പാര് ബാലു, ബാരിസ്റ്റർ വിശ്വേശ്വരയ്യരോட ജൂനിയർ സീനിയർ അഡ്വക്കേറ്റ് മണിശങ്കർ BAMLോட കോലത്തെ പാര്. അവനവന്റെ കാറ് കേടായാൽ കഴിയുന്നത് അവനവൻ തന്നെ ഒരു കൈ നോക്കണം. നമ്മുടെ കയ്യിൽ ഒതുങ്ങിയില്ലെങ്കിൽ മാത്രമേ വർക്ക്ഷോപ്പുകാരെ ഡിപ്പെൻഡ് ചെയ്യാവൂ. அதுதான் நம்ம policy. என்ன உனக்கு உடம்புக்கு ஏதாவது வந்தா தனியா தானே ட்ரீட்மெண்ட் நடத்துறது, அல்லாத உடனடியா ஹாஸ்பிடலுக்கு போகிறது கிடையாதே. ஆமா, ஆனா பாலுவோட ப்ரொஃபஷன் வந்து டாக்டர் ஆக்கும். உங்களோட ப்ரொஃபஷன் என்ன? கார் மெக்கானிக்கா, அட்வொகேட்டா? வாடா ராஜு. பாலு நீயும் வா, டிஃபன் சாப்பிட்டுட்டு போலாம். ஐயோ வேண்டாம் வேண்டாம்,
പുതിയ റെസിപ്പി നോക്കി ഉണ്ടാക്കി വെച്ചിട്ട് പരീക്ഷിച്ച് നോക്കാൻ ഒരാൾ ഇതുവരെ കിട്ടിയിട്ടില്ല. വീട്ടിനകത്ത് കേറിയോ പാചക പരീക്ഷണം, അത് പേടിച്ചല്ലേടാ ഞാൻ ഈ കാറിന്റെ അടിയിൽ നിന്ന് ഇറങ്ങാതെ കിടക്കുന്നത്. ஐயோ ரஷ்மி, உனக்கு என்ன ஆச்சு? இவளோட மேரேஜ் ஃபிக்ஸ் பண்ணிட்டு 2 வாரம் தானே ஆச்சு. அதுக்குள்ள பாரு மெலிஞ்ச பகுதியாയി. ഇനി ഒരു ഫുൾ മന്ത് ഇരിക്ക കല്യാണത്തിക്ക്. ഇങ്ങനെ പോയാലേ പയ്യനെ ആളെ തിരിച്ചറിയാൻ പറ്റില്ല. ഓ ബാലുമാമ. ശരി. ഓ ശരി. ഏയ് പേടിക്കണ്ട, അവകാശവാദവുമായിട്ട് വന്നൊന്നുമല്ല. മണിയണ്ണനെല്ലാം എന്നോട് പറഞ്ഞിരുന്നു. മറ്റൊന്നും കൊണ്ടല്ല ശ്രീ. ഞാൻ എന്റെ മനസ്സിൽ പഠിത്തം കഴിഞ്ഞ് നാട്ടിലേക്ക് മടങ്ങുമ്പോ ഒന്നും ആശിച്ചിരുന്നില്ല. ആശയോടെ തിരഞ്ഞെടുത്ത ഈ പ്രൊഫഷൻ, ഹോസ്പിറ്റൽ, രോഗികൾ, അവരുടെ ചികിത്സ, അതിൽ മാത്രം ഒതുങ്ങുന്ന ഒരു ജീവിതം. മണിയണ്ണൻ നിർബന്ധിക്കുമ്പോഴൊക്കെ വേറൊന്നും മനസ്സിലില്ലായിരുന്നു. അതുകൊണ്ട് തന്നെ കൊണ്ടുവന്ന പ്രപ്പോസൽസ് ഒന്നും ഇഷ്ടപ്പെട്ടില്ല. പക്ഷേ പ്രൊഫഷനിൽ മാത്രം മനസ്സർപ്പിച്ച് കഴിയുന്ന ഡോക്ടറുമായി മുൻപില്ലാത്തവണ്ണം കൂടുതൽ ഇടപഴകിയപ്പോ അറിയാതെ ശ്രീ, ഞാൻ പറഞ്ഞല്ലോ മണിയണ്ണൻ എല്ലാം പറഞ്ഞുവെന്ന്. ഒന്നും മറയ്ക്കാതെ എല്ലാം തുറന്നു പറഞ്ഞ ഈ മനസ്സ്, മകന് വേണ്ടി മാത്രം ഒഴിഞ്ഞുവെച്ച ഈ ജീവിതം, അതിനിടയിൽ സ്വന്തം ജീവിതത്തെക്കുറിച്ച് ചിന്തിക്കില്ലെന്ന ശാഠ്യം. എന്റെ ഉള്ളിൽ ഡോക്ടറുടെ ചിത്രത്തിന് തിളക്കം കൂട്ടിയതേ ഉള്ളൂ. പക്ഷേ എപ്പോഴെങ്കിലും ഇനിയൊരു ജീവിതമാകാമെന്ന് തോന്നിയാൽ അന്ന് ശ്രീ, ഒരു പക്ഷേ ഒരിക്കലും തോന്നിയില്ലെങ്കിലോ എന്ന് ഒരു പ്രോമിസ് പോലും ഞാൻ ആവശ്യപ്പെടില്ല. ഈ നല്ല മനസ്സിന് മുൻപിൽ എന്നോട് ക്ഷമിക്കൂ ശ്രീലക്ഷ്മി. വിധിയും ദൈവങ്ങളും എന്നും എന്നെ വ്യാമോഹിപ്പിച്ചിട്ടേ ഉള്ളൂ. അതുകൊണ്ട് തന്നെ ഇനിയൊരാൾക്ക് ആശ കൊടുത്ത് ഇല്ല, എനിക്കതിന് ധൈര്യമില്ല. എനിക്കത് മനസ്സിലാവും. ദൂരെ നിന്ന് അത്രയെങ്കിലും മനസ്സിലാക്കുവാനുള്ള സ്വാതന്ത്ര്യം അതുകൂടി നിഷേധിക്കരുത്. ശ്രീ, ആർക്കെങ്കിലും വേണ്ടി കാത്തിരിക്കാനുണ്ടാവുക, അത്രയെങ്കിലും ഭാഗ്യം എനിക്ക് തന്നൂടെ? ഞാനും അപ്പാവും ഇതുവരെ പിരിഞ്ഞ് താമസിച്ചിട്ടേ ഇല്ല. ഹോസ്റ്റലിലെ കമ്പനിയും അവിടുത്തെ അറ്റ്മോസ്ഫിയറും കൊണ്ട് ഞാൻ എങ്ങനെ അഡ്ജസ്റ്റ് ചെയ്യും? പിന്നെ പോരാത്തതിന് ആഴ്ചതോറും നിന്റെ കത്തും. ആഴ്ചതോറും മതിയോ? ഡെയിലി ആകുന്നതുകൊണ്ട് വിരോധമൊന്നുമില്ല. പക്ഷെ ദിവസം ഒന്നിൽ കൂടുതൽ വേണ്ട. അല്ലെങ്കിൽ നിന്റെ ലെറ്റേഴ്സ് വായിക്കാൻ എനിക്ക് സമയം കാണും. എന്റെ എഞ്ചിനീയറിംഗ് പഠിത്തം വഴി കിടക്കും. പക്ഷെ പാവം അപ്പ ഒറ്റയ്ക്കിരുന്ന് വളരെ ഡിപ്രസ്ഡ് ആവും. അതിന് ഞാൻ അനുവദിച്ചിട്ട് വേണ്ടേ? ആഴ്ചയിൽ മിനിമം ഒരു 3 തവണ എന്റെ ഒരു വിസിറ്റ് ഉണ്ടാവും. അങ്കിളിന് കമ്പനി കൊടുത്ത് ചേർപ്പ് ചെയ്ത് സ്മാർട്ട് ആക്കും. രാജു കൂടെ ഇല്ല എന്നൊരു ഫീലിംഗ് പോലും അങ്കിളിനുണ്ടാവില്ല. കണ്ടോളൂ, പ്രോമിസ്. ഓ ഗീതു, യു ആർ സോ സ്വീറ്റ്. അതെന്നോട് കടമയാക്കും രാജു.